എൻ ഡി എയുടെ TMCയുടെ ഭാഗമായി നിൽക്കുമ്പോൾ NDAയുടെ ഭാഗത്തേക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. MDAക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല. TMCയുടെ ഒരു പ്രധാന ഘടകകക്ഷി നേതാവിനെ NDAയുടെ ഭാഗം. അപ്പോൾ അത് NDA അടഞ്ഞ അധ്യായമാണ്. ശേഷിക്കുന്നത് UDF തന്നെയാണ്. അപ്പോൾ UDFിലേക്ക് എത്തണമെങ്കിൽ അൻവർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് UDF നേതൃത്വം പറയുമ്പോൾ നിലമ്പൂരിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവറിന് അറിയാം അൻവറിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്, അൻവറിൻ്റെ എത്ര വോട്ടുകൾ അൻവറിൻ്റെ കൈവശമുണ്ടെന്നും അത് ഏതൊക്കെ തരത്തിൽ ഏത് മുന്നണിക്ക് ഉപകാരപ്പെടുമെന്ന് അൻവറിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അൻവർ സമ്മർദ്ദത്തിലാക്കുകയാണ് UDFനെ. അതായത് അൻവർ നേടുന്ന വോട്ടുകൾ UDFിൻ്റെ ക്യാമ്പിൽ തന്നെയായിരിക്കും വിള്ളൽ വീഴ്ത്തുക, UDFിൻ്റെ വോട്ട് കണക്കിൽ തന്നെയാവും കുറയുക എന്ന കൃത്യമായ സന്ദേശം അൻവർ നൽകിയിട്ടുണ്ട്. നമുക്ക് കാലങ്ങളായിട്ട് അൻവർ വിജയിച്ചു വന്നതിൻ്റെ ഒരു കണക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി കൂടി പരിശോധിച്ചാൽ മനസ്സിലാകും. പാർട്ടി വോട്ടുകൾക്ക് പുറമെ അൻവർ UDFിൽ നിന്ന് സമാഹരിക്കുന്ന വോട്ടുകളാണ് അൻവറിനെ വിജയിപ്പിക്കാൻ ഒരു വലിയ ഘടകമായിട്ടുള്ളത്. അതിനു പുറമെ സാമുദായിക സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ പിന്തുണ അൻവറിന് രഹസ്യമായിട്ടുണ്ട്. അതൊക്കെ തന്നെ അൻവറിൻ്റെ കരുത്താണ് നിലമ്പൂരിൽ. അങ്ങനെ അൻവറിന് സ്വന്തമായിട്ട് ഒരു ഇത്ര വോട്ട്, ഒരു 15,000-ൽ കുറയാത്ത വോട്ട് എങ്ങനെയും നേടുമെന്ന് അൻവർ പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ 2700 എന്ന ചെറിയ ഭൂരിപക്ഷം മുന്നിൽ വെച്ച് UDFിനെ ഒരിക്കലും അൻവറിനെ തള്ളിക്കളയാനാകില്ല. അതാണ് അൻവർ ഈ ഘട്ടത്തിൽ തൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് ഇല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമായിട്ട് നമുക്ക് പറയാൻ കഴിയുക, അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ കരുത്ത് തെളിയിച്ച് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാകും. പക്ഷേ അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രമാത്രം പ്രായോഗികമാകുമെന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. രാഷ്ട്രീയ അനാഥത്വം അൻവറിന് ഉണ്ടാകില്ല എന്ന് UDF നേതാക്കളൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും അത്തരത്തിലൊരു സാഹചര്യത്തിൽ അൻവർ സ്വയം പോകുമോ എന്നുള്ളതാണ് കണ്ടു തന്നെ അറിയേണ്ടത്. തീർച്ചയായും CV അനുമോദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇന്ന് 9 മണിക്ക് അറിയാം ഈ ദിവസങ്ങളായി നീണ്ടുനിന്ന വിവാദങ്ങൾക്കൊടുവിൽ എന്താണ് ക്ലൈമാക്സിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളത്. ഇന്ന് 9 മണിക്ക് അറിയാം രാവിലെ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അൻവറിന്റെ നിലപാടിനായി നമ്മൾ രാഷ്ട്രീയ കേരളം കാതോർക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി ശക്തമായ പ്രചാരണത്തിലേക്കൊക്കെ കടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുകയാണ്. 10:30 റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സ്വരാജിന് പ്രവർത്തകർ സ്വീകരണം നൽകും. തുടർന്ന് മണ്ഡലത്തിൽ റോഡ് ഷോയും നടത്തും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 11 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF നേതാക്കളെല്ലാം നിലമ്പൂരിലുണ്ട്. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂരിൽ കളം നിറയാൻ M സ്വരാജ് എത്തുകയാണ്. പ്രവർത്തകരെല്ലാം സ്വാഭാവികമായും വലിയ ആവേശത്തിലായിരിക്കും. ആവേശോജ്വലമായ ഒരു സ്വീകരണം ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം കരുത്ത് തെളിയിക്കുന്ന ഒരു റോഡ് ഷോയും ഇന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാഹളം ഉയർന്നപ്പോൾ അല്ലെങ്കിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ മുതൽ മണ്ഡലത്തിൽ സജീവമായ ഒരാളായിരുന്നു M സ്വരാജ്. അദ്ദേഹത്തിന് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് പ്രാദേശിക തലത്തിൽ യോഗം ചേരുന്നു, ജില്ലാ തലത്തിൽ യോഗം ചേരുന്നു, മറ്റ് ഏകോപന പരിപാടികളൊക്കെ കൈകാര്യം ചെയ്തത് M സ്വരാജ് ആയിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തുണ്ട്. അതിനുവേണ്ടിയാണ് സ്വരാജ് മിനിയാന്ന് നിലമ്പൂരിൽ നിന്നും തിരികെ തിരുവനന്തപുരത്തിന് വണ്ടി കയറിയത്. അതിനുശേഷം ഇന്ന് ട്രെയിനിൽ തിരിച്ചെത്തുമ്പോൾ ആവേശകരമായ ഒരു സ്വീകരണം ഒരുക്കാനാണ് പ്രവർത്തകർ കാത്തിരിക്കുന്നത്. ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ നിമിഷം തന്നെ വലിയ പ്രകടനങ്ങൾ ജില്ലയുടെ ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നു. SFIയുടെയും DYFIയുടെയും CPMന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരുടെ പ്രകടനം നടന്നു. എന്തായാലും അണികൾക്ക് ഏറെ ആഹ്ലാദം പകരുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ്. ഒപ്പം M സ്വരാജ് നിലമ്പൂർകാർക്ക് ഏറെ പരിചിതനായ, അല്ലെങ്കിൽ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും രാഷ്ട്രീയത്തിൽ പിച്ചവെച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച, അതായത് ഒരു സ്കൂൾ ലീഡറായി SFI പ്രവർത്തനം തുടങ്ങി ചുങ്കത്തറ കോളേജിൽ പിന്നീട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് അവിടെ നിന്നും സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച SFI നേതാക്കളിൽ ഒരാളായി വളർന്ന ആളാണ് M സ്വരാജ്. പിന്നീട് DYFI ഘട്ടത്തിലേക്ക് പോയപ്പോഴും പിന്നീട് പാർട്ടി പ്രവർത്തനത്തിൽ CPMന്റെ നേതാവായി മാറിയപ്പോഴുമൊക്കെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി നിലനിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരുപക്ഷെ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും CPMനെ മത്സരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായ
അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയുന്ന ആളാണ് സ്വരാജ്. എന്തായാലും ആ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി മാറ്റിയതിന്റെ ഒരു ആഹ്ലാദം, അതിന്റെ ഒരു ആവേശം എല്ലാ ഇടത് പ്രവർത്തകർക്കും ഇടത് ക്യാമ്പിനുണ്ട്. നേരത്തെയൊക്കെ ഈ പല പൊതുസ്വതന്ത്രരായ ആളുകളെ, പൊതുസമ്മതരായ ആളുകളെയൊക്കെ തിരയുന്നു എന്ന് പറയുമ്പോഴും ഈ LDF സ്ഥാനാർത്ഥിയായി അവരൊക്കെ വരുമോ എന്ന ചെറിയ ആശങ്കയും ചില പ്രവർത്തകരെങ്കിലും പങ്കുവച്ചു. എന്നാൽ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് എം സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി CPM പ്രഖ്യാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മണ്ഡലം നീങ്ങുന്നുവെന്ന് UDF നേതാക്കൾ പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം. മത്സരമില്ലാതെ ജയിക്കാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ എതിരാളിയില്ലാത്ത പോരാട്ടമാകുമെന്ന് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് UDF നേതാക്കൾ തന്നെ വ്യക്തമാക്കുമ്പോൾ ആ മത്സരത്തിന്റെ കടുപ്പം നമുക്ക് വ്യക്തമാക്കും. ഇന്നിപ്പോൾ PV അൻവർ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ സ്ഥാനാർത്ഥി സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നതുകൂടി അറിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവും. ഈ പോരാട്ടത്തിന്റെ കാഠിന്യം എത്രമേൽ ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിക്കും എന്നതിനെ പറ്റി കൃത്യമായ ഒരു വിവരങ്ങളും ലഭിക്കും. എന്തായാലും എം സ്വരാജിന്റെ വരവ് ആവേശപൂർവ്വമാക്കാൻ തന്നെയാണ് പ്രവർത്തകർ ഒരുങ്ങുന്നത്. ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊക്കെ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഈ ഒരു ആഹ്വാനം പോലും ഇല്ലാതെ ആളുകൾ ഒന്നിച്ചുകൂടി സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ച് പോകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു എന്നാണ് LDF നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നത്തെ അദ്ദേഹത്തിന്റെ വരവ് അക്ഷരാർത്ഥത്തിൽ ഒരു രണ്ടാം വരവായി, മണ്ഡലത്തിലേക്കുള്ള വരവായി കണക്കാക്കും. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി വരുന്നു, ഇനി MLA ആയ തിരുവനന്തപുരത്തേക്ക് വിടൂ എന്നൊരു ദൃഢനിശ്ചയത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. എന്തായാലും ആ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലെ ഏറ്റവും ആവേശകരമായ കാഴ്ചയായി മാറുന്നത്. മറുവശത്ത് ഒരു ലാപ്പ് മുന്നിലായ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഒരു ആവേശം UDF ക്യാമ്പിനുണ്ടായിരുന്നു. ഇന്നലെ വരെ ചിത്രത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. മറുവശത്ത് സ്ഥാനാർത്ഥിയെ തെരഞ്ഞുള്ള CPMന്റെ യാത്രകളായിരുന്നെങ്കിൽ ആ യാത്രകൾ നടക്കുമ്പോൾ മറുവശത്ത് വോട്ട് തേടിയുള്ള യാത്രയിലായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്തേക്കും പുതുപ്പള്ളിയിലേക്കും ഒക്കെ പോയ ശേഷം ഇന്ന് മണ്ഡലത്തിൽ മടങ്ങിയെത്തുന്നു. ഇന്ന് 11 മണിക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അദ്ദേഹം രാവിലെ നിലമ്പൂരിൽ നിന്നും ചന്തക്കുന്നിലേക്ക് ഒരു റോഡ് ഷോ ഉണ്ട്. അതിലും ആവേശകരമായ രീതിയിൽ UDF പ്രവർത്തകർ പങ്കെടുക്കും. ഈ സ്വരാജ് കൂടി മത്സരരംഗത്ത് എത്തിയതോടെ UDF പ്രവർത്തകർക്കും കൂടുതൽ ആവേശമുണ്ടായിട്ടുണ്ട്. കാരണം കൂടുതൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് വർഷങ്ങളോളം കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ 9 വർഷമായി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. വലിയ സ്വാധീനം UDFനുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പര്യാപ്തമായ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അവർ നീങ്ങും. അതിന്റെ ആവേശം ഇന്ന് ഈ നിലമ്പൂരിൽ നിന്നും ചന്തക്കുന്നിലേക്ക് നടക്കുന്ന റോഡ് ഷോയിലുണ്ടാകും. UDFന്റെ പ്രധാന നേതാക്കളെല്ലാം ഇന്ന് സ്ഥലത്തെത്തുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാവും ഉപഭരണാധികാരിയായ നിലമ്പൂർ തഹസീൽദാർ MP സിന്ധുവിന്റെ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ പത്രികയും സമർപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങും. ഇനി ബൂത്ത് കൺവെൻഷനുകൾ പലയിടങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രാദേശിക തലത്തിൽ കുടുംബയോഗങ്ങളിലും മറ്റുമാണ് കോൺഗ്രസ് കേന്ദ്രീകരിക്കുന്നത്. നേരത്തെയൊക്കെ ഈ കാടകളൊക്കെയുള്ള പ്രചാരണം, അതായത് ഒരു നേതാവിന് ചുറ്റും വലം വെച്ച് അണികൾ വരിക, അവരേതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കുക, മടങ്ങുക എന്നിങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന ശൈലിയെങ്കിൽ ഇത്തവണ ബൂത്താന്തരം കയറി ഇറങ്ങി നേതാക്കൾ പ്രചരണം നടത്തും. എല്ലാ കുടുംബയോഗങ്ങളിലും നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കും. എല്ലാ ബൂത്തുകളിലും കൃത്യമായി യോഗങ്ങൾ നടന്നു എന്ന് ഉറപ്പുവരുത്തും. ഒപ്പം താഴെത്തട്ടിൽ വീടുകളിൽ കയറി അഭ്യർത്ഥന നൽകുക, അവരോട് ഇരുന്ന് സംവദിക്കുക. അങ്ങനെ സമഗ്രമായ ഒരു പ്രചാരണ പരിപാടിക്കാണ് UDFും രൂപം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇരുപക്ഷവും തമ്മിലുള്ള വളരെ വാശിയേറിയ ആവേശകരമായ ഒരു പോരാട്ടത്തിലാണ് ഇനി വരും ദിവസങ്ങളിൽ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക. തീർച്ചയായും അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിൽ ആവേശം ഇങ്ങനെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം അവിടെ കളം നിറയുന്നു, സജീവമാകുന്നു, സജീവമായ പ്രചാരണത്തിലേക്കൊക്കെ കടക്കുന്നു. ഇന്നെന്തായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. എം സ്വരാജ് അവിടെ മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുന്നു, പ്രചാരണത്തിൽ സജീവമാകാൻ പോവുകയാണ്. ഇന്നു മുതൽ വളരെ ആവേശോജ്വലമായ ഒരു സ്വീകരണം നൽകാൻ പ്രവർത്തകരും അവിടെ സജ്ജമായിരിക്കുന്നു. അൻവർ UDF തർക്കം നാടകമാണെന്ന് വി വസീഫ്. കോൺഗ്രസ് OLXൽ തപ്പുമ്പോൾ സ്വരാജ് ബോക്സ് ഓഫീസിൽ വിജയിച്ചു കഴിഞ്ഞെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ ആവേശപൂർവ്വമാണ് അണികൾ ഈ തീരുമാനത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കൊപ്പം DYFI നേതാവ് വസീഫ് ഉണ്ട്. നിലമ്പൂര് കേരളത്തിന് സംഭാവന ചെയ്ത അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അങ്ങനെ സംഭാവന ചെയ്ത ഇന്ന് അവർ കരുതുന്ന അവരുടെ സ്വന്തം സ്വരാജാണ് മത്സരിക്കുന്നത്. ചുങ്കത്തറ കോളേജിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു വന്ന അദ്ദേഹത്തെ ഇവിടെ നിന്ന് SFI നേതാവായി, ഇവിടെ നിന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായി ഒക്കെ ഈ നാട്ടിൽ നിന്ന് കടന്നു വന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു നേതൃത്വമായി നിൽക്കുന്ന
സ്വരാജ് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ നാടങ്ങ് ഏറ്റെടുത്തു. ഈ സ്ഥാനാർത്ഥിയെ OLX-ലൊക്കെ ഇട്ടാണ് മറുപക്ഷം തുടങ്ങിയത്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ തെരച്ചിൽ നിർത്തിയവരും OLX-ൽ സ്ഥാനാർത്ഥിയെ തേടിയവരും ഒക്കെ ഉണ്ട്. ആ കോൺഗ്രസുകാർ ഇപ്പോഴും OLX-ൽ കിടക്കുക. OLX-ൽ കിടന്നിട്ട് ആരെങ്കിലും ഞങ്ങളെ വിലയെടുത്ത് വാങ്ങുമോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുക. അതാ വ്യത്യാസം. തരംഗം സൃഷ്ടിച്ച് നാടാകെ ഏറ്റെടുത്തു. ഇപ്പൊ അവർ അങ്കലാപ്പിലായി. ഇപ്പോ അൻവറിനെ വേണ്ട എന്ന് പറഞ്ഞവർ അൻവറിനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കുക. അൻവറാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മത്സരിക്കാതിരിക്കാൻ ആലോചിക്കുക. കാരണം ഇവിടെ അതൊന്നും ഒരു ഫാക്ടർ ആവില്ല. കാരണം ഒരു വികസനം എന്താണ് എന്ന് ഈ നാട് അറിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ഒരു MLA ഉണ്ടായപ്പോ XOR ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഒരു ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന MLA ഉണ്ട് ഈ നാട്ടിൽ. ആ MLA മുന്നിൽ വെച്ച് ഇടതുപക്ഷം നടത്തിയ ഒരു വികസന പ്രവർത്തനമുണ്ട്. അതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് ഒരു തുടർച്ചയുണ്ടാകണം എന്ന് ഈ നാട് ആഗ്രഹിക്കുക. അൻവറിനോട് അഭ്യർത്ഥിക്കാനാണ് ഇന്നത്തെ UDF യോഗത്തിൽ തീരുമാനമായത്. ഇതിന്റെ പിന്നിലൊക്കെ ഒരു തിരക്കഥയുണ്ട്. എനിക്കൊരു വ്യക്തിപരമായി എന്റെ ഒരു തോന്നൽ തിരക്കഥയുണ്ട് എന്നാണ് തോന്നുന്നത്. അവർക്ക് ഇതിങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ നിർത്തണം. അവർക്ക് ഈ വികസനം, നിലമ്പൂരിന്റെ വികസനം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഒന്നും അവർക്ക് ചർച്ച ചെയ്യാനൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ അൻവറിനെ കിട്ടണം, ജമാഅത്തെ ഇസ്ലാമിയെ കിട്ടണം, മറ്റാരെങ്കിലും കിട്ടണം, SDPയെ കിട്ടണം, BJPയുടെ വോട്ട് കിട്ടണം. അങ്ങനെയൊക്കെ വോട്ട് വാങ്ങി എങ്ങനെയെങ്കിലും അധികാരത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാട് അവർക്കുണ്ടോ? എന്തായാലും വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് ഇടതു മുന്നണിയുടെ പ്രതീക്ഷ. ഒപ്പം വലിയ ആവേശം ഇടത് ക്യാമ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. MS അനീഷ് കുമാറാണ് വി വസീഫിനൊപ്പം ചേർന്നത്. നിലമ്പൂരിൽ എന്തായാലും LDF UDF പോര് കടുക്കുന്നതിനിടെ ചിത്രത്തിലേ ഇല്ല BJP എന്നുള്ളതാണ് സാഹചര്യം. NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇല്ലയോ എന്നതിൽ പോലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നതിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസവും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. മത്സരിക്കുന്നതിൽ ഇപ്പോഴും BJPയിൽ രണ്ട് അഭിപ്രായമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. മോശം പ്രകടനമായാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വരെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. അപ്പോൾ മറ്റു വാർത്തകൾ അടക്കം നമുക്ക് പരിശോധിക്കണം. വേഗം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ സംസ്ഥാനത്ത് മലയോര മേഖലയിൽ അടക്കം അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് എവിടെയും റെഡ് അലർട്ട് ഇല്ലെങ്കിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് തൽക്കാലം നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ ഒരു മഴ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ ഈ യെല്ലോ അലർട്ട് മുന്നറിയിപ്പിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. പലയിടത്തും രാത്രി ശക്തമായ മഴ പെയ്തു എന്നുള്ളതാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടു, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അപകടത്തിൽപ്പെട്ടു വിഴിഞ്ഞത്ത് എന്നുള്ളത്. എന്തായാലും അവർക്കായുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്.
കൊല്ലം ആദിച്ചനല്ലൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. പത്തനംതിട്ട അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സാരംഗും, കാസർഗോഡ് നിന്ന് KV ബൈജുവും, കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരും. ആദ്യം നമുക്ക് എറണാകുളം ജില്ലയുടെ സാഹചര്യം നോക്കാം. ഡാനി പോൾ ഉണ്ട്. ഡാനി, ഇപ്പോഴും അവിടെ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണോ? ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മഴയ്ക്കൊരു നേരിയ ശമനം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്താണ് നിലവിലത്തെ ഒരവസ്ഥ? മഴ തുടരുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന മഴയ്ക്ക് അതിൻ്റെ ഒരു തീവ്രതയ്ക്ക് ഒരു നേരിയ ശമനമുണ്ടെങ്കിലും മഴ സാഹചര്യം തന്നെയാണ് ജില്ലയിൽ നിലവിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അലർട്ടുകൾ പലപ്പോഴും മാറിയാറുണ്ട്. പലപ്പോഴും ഈ മണിക്കൂറുകൾ ഇടപെട്ടുള്ള ഒരു രീതിയിലേക്കെല്ലാം പോകുന്നു. എന്നാലും ജില്ലയിൽ ഇന്ന് പൊതുവിൽ മഴ കുറയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. എങ്കിലും നിലവിൽ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ആശ്വാസകരമായ ഒരു കാര്യം, എവിടെയും ഒരു വെള്ളക്കെട്ടോ കാര്യമായി എവിടെയും രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴ തുടരുന്നുണ്ടെങ്കിൽ, മഴ പെയ്ത ഉണ്ടെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് എവിടെയും രൂപപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഈ പെരിയാറിൽ ജലവിധാനം ഉയർന്നിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പെരിയാറിൽ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള അണക്കെട്ടുകൾ തുറക്കുന്നത് മൂലം, പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിലെ പല അണക്കെട്ടുകളും എല്ലാം തന്നെ തുറക്കുന്നത് മൂലം പെരിയാറിലേക്ക് കൂടുതൽ ജലം ഒഴുകി എത്തുന്നുണ്ട്. അതുകൊണ്ട് പെരിയാറിലെ ജലവിധാനം ഉയർന്നിട്ടുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പെരിയാറിലെ ഒരു നീരൊഴുക്ക് മാറിയിട്ടില്ല. എങ്കിലും ഇരു കരകളിലുമുള്ളവരോട് ജാഗ്രത പുലർത്തണമെന്ന് അടക്കമുള്ള ഒരു നിർദ്ദേശവും കാര്യങ്ങളുമെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പലപ്പോഴും പെരിയാറാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കവിയുന്നതാണ് പലപ്പോഴും താഴ്ന്ന മേഖലകൾ, പ്രത്യേകിച്ച് ഏലൂർ പോലുള്ള പ്രദേശങ്ങൾ, പാതാളം പോലുള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും വീടുകളിലും എല്ലാം വെള്ളം കയറുക പതിവാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടിയും കാര്യമായ മുന്നൊരുക്കങ്ങൾ ഈ മേഖലയിലെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും എല്ലാം തന്നെ വേണ്ടത്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഒരിടത്തും ഇതുവരെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഒപ്പം തന്നെയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ വലിയ കാറ്റിലെ മരം വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ 216 വീടുകൾക്ക് ഇങ്ങനെ ഭാഗികമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തീരമേഖലകളിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയുടെ മേഖലകളിൽ ഈ വർഷകാലത്ത് വലിയ രീതിയിലുള്ള കടൽക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണമാലി, ചെറിയ കടവ് പോലുള്ള ഭാഗങ്ങളിൽ, മുനമ്പം മേഖലകളിലെല്ലാം തന്നെ കടലാക്രമണം വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് തുടരുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് ഒരു മത്സ്യത്തൊഴിലാളി, അതിഥി തൊഴിലാളിയാണ്, ബോട്ടിൽ നിന്ന് വീണ് കാണാതായി. ഇന്നലെ രാത്രിയോട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചു. അങ്ങനെ ഈ തീരമേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മഴ മൂലമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പലയിടത്തും ഭാഗികമായി ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നഗരമധ്യത്തിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി നഗരത്തിലെവിടെയും വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ മഴ കനക്കുമ്പോൾ പൊടുന്നനെ ഉണ്ടാകുന്നൊരു വെള്ളക്കെട്ട് അല്ലാതെ മറ്റ് വലിയ രീതിയിലേക്ക് വാഹന ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അതിനൊരു വലിയ കാരണം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയും അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിലുള്ള നഗര സമീപത്ത് കൂടി ഒഴുകുന്ന മുട്ടാർ പുഴയുൾപ്പെടെയുള്ള ഇടപ്പള്ളിത്തോട് ഉൾപ്പെടെയുള്ള അത്തരം തോടുകളിലെല്ലാം ആഴം കൂട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. പെരിയാറിൽ നിന്ന് അധിക ജലം എത്തിയാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക്, തിരിച്ചും പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ കഴിയുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ സഹായകരമാകുന്ന വിഭാവനം ചെയ്യുന്നൊരു കാര്യമാണത്. അങ്ങനെ അത്തരം പദ്ധതികളുടെ ഒരു നേരത്തെ നടപ്പാക്കിയത് കൊണ്ടുള്ള ഒരു ആശ്വാസം കുറേയെങ്കിലും ലഭിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ജില്ലയിലെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മഴ കുറവുള്ള ഒരു സാഹചര്യമല്ല, മഴ നിലവിലുണ്ട്. അതിൻ്റെ തീവ്രതയ്ക്ക് ഒരു അല്പം കുറവുണ്ട് എന്നത് മാത്രമാണ് ഉള്ളത്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതിതീവ്ര മഴ എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. സാരംഗുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം? ശക്തമായ കാറ്റായിരുന്നു ഇവിടെ വലിയ വില്ലനായി നിന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇപ്പോൾ എന്താണ് സാഹചര്യം?
നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ രാത്രി ഉണ്ടായ മഴയിലും കാറ്റിലും പല ഭാഗങ്ങളിലും തിരുവനന്തപുരം നഗരപരിധിയിൽ മാത്രം 15ഓളം ഭാഗങ്ങളിൽ മഴ കാറ്റ് ശക്തമായി വീശിയിട്ട് പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വീടുകളും ചില വീടുകൾ പൂർണ്ണമായും ചിലത് ഭാഗികമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടുകാരും മറ്റും കുടുംബാംഗങ്ങളും മറ്റും അത്ഭുതകരമായി മാത്രമാണ് രക്ഷപ്പെട്ടത്. ആളപായം ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് പറയാം. പക്ഷേ നഗരപരിധിയിൽ ഉണ്ടായുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ 4ഓളം ഹോർഡിംഗ്സുകൾ തകർന്നിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എന്റെ പുറകിൽ കാണുന്ന ഈ പട്ടത്ത് കാണുന്ന ഈ ഹോർഡിംഗ്സ് പകുതി തകർന്ന നിലയാണ്. ഇതിപ്പോൾ പൂർണ്ണമായും തകരാത്തത് ക്രെയിനിലേക്ക് കയറ് ഉപയോഗിച്ച് വലിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതേപോലെ 4ഓളം ഹോർഡിംഗ്സുകൾ ഇത് ഭാഗികമായി തകർന്നാണെങ്കിൽ മറ്റ് ഹോർഡിംഗ്സുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇത് ആളപായവും മറ്റും ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലായിരിക്കും ഇത്തരം ഹോർഡിംഗ്സുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ടാവുക. ഇവ പല ശക്തമായ കാറ്റിൽ 50-60 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ശക്തമായ കാറ്റിൽ തകർന്ന കാഴ്ചയാണ് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നഗരത്തിൽ പല ഭാഗങ്ങളിലും മരം കടപുഴകി വീണ് ഗതാഗത തടസ്സവും അതേപോലെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന പ്രശ്നങ്ങളും മറ്റും തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുന്നത്തെ ദിവസങ്ങളിലും എല്ലാം ഉള്ളതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയും ഇതേപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി KSEB ജീവനക്കാരും മറ്റും കനത്ത രീതിയിൽ അഹോരാത്രം പണിയെടുക്കുകയാണ്. അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. കാരണം അപകട നിലയിലുള്ള നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ മുൻകൂറായി തന്നെ മൺസൂൺ എത്തുന്നതിന് മുന്നേ തന്നെ നഗരത്തിലെ പല ഭാഗങ്ങളിലും മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇത് കൃത്യമായി പാലിച്ചില്ല. അതാണിപ്പോൾ ഇത്തരത്തിൽ ഭീകരമായ രീതിയിൽ മരങ്ങൾ പല ഭാഗത്തും കടപുഴകി വീഴുന്നതും അതേപോലെ തന്നെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ജനങ്ങളോട് ഇത്തരത്തിലും മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അവ പല ഭാഗങ്ങളിലും വീടുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീഴുന്നത്. അതേപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലേക്കും മറ്റും വീഴുന്നു. ആളപായം തിരുവനന്തപുരം നഗരത്തിൽ ഇല്ലാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കനത്ത കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത്. അതെ സാരംഗ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോർഡിംഗ് ഇപ്പോൾ ഇങ്ങനെ വീഴാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതൊരു അപകടക്കെണിയായി നിൽക്കുകയാണല്ലോ. അധികൃതർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് അല്ലെങ്കിൽ അടുത്തൊരു നടപടി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? അത് അവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്ത് ആ ഒരു അപകട സാധ്യത ഒഴിവാക്കാനുള്ള നീക്കങ്ങളുണ്ടോ? നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു വലിയ കൂറ്റൻ ക്രെയിന് കൊണ്ടുവന്ന് കയറുപയോഗിച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട്. അതായത് ഇത് ഭാഗികമായി തകർന്നതിനാൽ പൂർണ്ണമായി നിലംപതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രെയിൻ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതിനി മഴ കുറയുന്നതിനനുസരിച്ച് പൊളിച്ചു നീക്കാനുള്ള നീക്കമാണ് ഇനി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് നമുക്കറിയാം, ഇത് ഗവൺമെന്റ് പട്ടം സ്കൂളിന് സമീപത്താണ് ഈ ഒരു ഹോർഡിംഗ്സ്. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുകയാണ്. വിദ്യാർത്ഥികളും മറ്റും ഈ വഴികളൊക്കെ സഞ്ചരിക്കുന്ന വഴികളാണ്. ഇതിപ്പോ അടുത്ത ആഴ്ച മറ്റോ ആണ് ഈ അപകടം പൂർണ്ണമായി തകർന്നെങ്കിൽ ചിലപ്പോൾ ആളപായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ വലിയ അപകട ഭീഷണി ഉയർത്തുന്ന ഹോർഡിംഗ്സുകളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ശക്തമായ കാറ്റ് വീശിയതാണ് ഇവ ഭാഗികമായും പൂർണ്ണമായും തകരാൻ കാരണം. മാത്രമല്ല ഇതിന്റെ കാലപ്പഴക്കം നമുക്ക് കാണാം. പല ഭാഗങ്ങളും തുരുമ്പെടുത്തിട്ടുണ്ട്. അടിഭാഗത്തു നിന്നൊക്കെ ഇളകിയിട്ടാണ് കാറ്റിന്റെ ശക്തി മൂലം ഇളകിയാണ് വന്നിട്ടുള്ളത്. പലതും കാലപ്പഴക്കം. കാരണം ഇത്തരം ഹോർഡിംഗ്സുകൾ പ്രൈവറ്റ് കമ്പനികൾ സ്ഥാപിക്കുന്നതിന് ശേഷം മെയിന്റനൻസും മറ്റും നടത്തില്ല. അത് പിന്നെ കാലപ്പഴക്കം വന്ന് നശിക്കുക എന്നല്ലാതെ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളോ മോണിറ്ററിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതായിരിക്കാം, അത് തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് എത്തിയത്. നഗരത്തിന്റെ 15ഓളം ഭാഗങ്ങളിൽ 4ഓളം ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അധികൃതർ നീക്കം ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്നത്. വേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിപ്പോൾ പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമാണ് ഈ ഹോർഡിംഗ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ നിലം പൊത്താറായ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിൽ സംഭവിച്ചതാണ്. തൽക്കാലം ഒരു ക്രെയിൻ ഉപയോഗിച്ച് അത് താഴെ വീഴാതെ നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഒക്കെ ഏത് തരത്തിൽ ഇനി നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്നുള്ളത് കണ്ടറിയണം. സാരംഗ്, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, വിഴിഞ്ഞത്തൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. അവിടെ 9 മത്സ്യത്തൊഴിലാളികളെ കാണാതായിരിക്കുന്നു. അവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ? തെരച്ചിൽ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്?
അപകടം നമുക്കറിയാം, മൺസൂൺ കനത്തതോടെ കടൽക്ഷോഭം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തരുന്ന ചില സമയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഉണ്ടായ കടൽക്ഷോഭത്തിന്റെ ഭാഗമായാണ് വള്ളം തകർന്ന് ഈ ഒരു അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു തഥായൂസ് എന്ന് പറഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളിയെ മരണപ്പെട്ടിരുന്നു ഈ അപകടത്തിൽ. അവരുടെ മൃതദേഹം ലഭിച്ചിരുന്നു. മറ്റുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇന്നലെ ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട ഭാഗത്തേക്ക് എത്തിയ ഫിഷറീസിന്റെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ ബോട്ട് ഇത്തരത്തിലൊരു യന്ത്ര തകരാറ് നേരിട്ടിരുന്നു. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മാത്രമല്ല രക്ഷാപ്രവർത്തനം ഇതേ ഒരു കനത്ത കാലാവസ്ഥയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റേതായ വെല്ലുവിളികൾ നിലവിൽ ജീവനക്കാർ നേരിടുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ. തീർച്ചയായും സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിഴിഞ്ഞത്ത് അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ്. ഇനി നമുക്ക് നേരെ കാസർഗോഡേക്ക് പോകാം. KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, എങ്ങനെയുണ്ട് കാസർഗോട്ടെ ഒരു മഴയുടെ സാഹചര്യം? നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇടതടവില്ലാതെ മഴ പെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും മഴയുടെ തീവ്രതയിൽ ഒരല്പം ശമനം വന്നിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? അതെ ആര്യ, അതായത് ഇന്ന് യെല്ലോ അലർട്ടാണ്. പക്ഷേ ഇന്നലത്തേതിനും മിനാലത്തേതിനും സമം, അതായത് റെഡ് അലർട്ട് നിലനിൽക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ശക്തമായ മഴ തുടരുന്നു. ഇന്നലെ രാത്രി മുതൽ തോരാതെ പെയ്യുന്ന മഴയാണ്. ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു. ഈ തേജസ്വിനി പുഴ, അതുപോലെ തന്നെ മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ഇത്രയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടായിട്ടും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നെങ്കിലും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇന്ന് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. ഈ പ്രദേശത്തുള്ളവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ബന്ധുവീടുകളിലേക്കാണ് സാധാരണ ഈ കാലവർഷത്തിൽ മാറാറുള്ളത്. അത്തരം നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ദേശീയപാതയിലും ഇന്ന് വലിയ ആശങ്ക നിലനിൽക്കുന്നു. ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ വലിയ ഗർത്തമൊക്കെ കണ്ടെത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവഴി അപകടം സാധ്യത മുൻനിർത്തി വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ കാറ്റാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാല സാധ്യത മുന്നറിയിപ്പ് കൂടിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശമുണ്ട്. എന്തായാലും യെല്ലോ അലർട്ടിന് ആണെങ്കിലും കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം, അത്രത്തോളം ഇരുണ്ട ഒരു കാലാവസ്ഥ തന്നെയാണ് ഇന്നു മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാറ്റ് ഇടവിട്ട് വലിയ തോതിലുള്ള കാറ്റ് വരുന്ന മണിക്കൂറുകളിലും ശക്തമായ കാറ്റുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. എന്തായാലും കാലവർഷ ആരംഭത്തിന് മുൻപ് തന്നെ വലിയ തോതിൽ മഴ ലഭിച്ചൊരു ജില്ലയാണ് കാസർഗോഡ്. അത് നിരവധി വീടുകൾ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് കർണാടകയാണ്. ദക്ഷിണ കന്നഡ ജില്ലകളിലും ശക്തമായ മഴയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്നലെ 4 പേരാണ് വീടിന് മുകളിൽ കുന്നിടിഞ്ഞ് വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം കുടക് മേഖലകളിലാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ തോതിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ 25ലധികം ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖലയാണ് ഈ കുടക് എന്ന് പറയുന്നത്. ഈ കുടകിലെ ഒരു പ്രത്യേകത, കുടകിൽ മഴ പെയ്താൽ അതിന്റെ വെള്ളക്കെട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അത് തേജസ്വിനി പുഴയിലേക്കാണ് ഈ വെള്ളമൊക്കെ ചെന്നെത്തുക. അതുകൊണ്ട് തന്നെയാണ് ഈ തേജസ്വിനി പുഴയിലും ഇപ്പോൾ രാവിലെ ഈ വലിയ തോതിലുള്ള ഈ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശങ്ങളിൽ നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥ പ്രവചനമെങ്കിലും കാസർഗോഡ് ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് മഴ ശക്തിപ്പെടാനാണ് സാധ്യത. അത്രത്തോളം ശക്തമായ മഴ ഇപ്പോഴും കാസർഗോഡ് ജില്ലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ബൈജു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യെല്ലോ അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയുടെ സാഹചര്യം തന്നെയാണ് കാസർഗോഡ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കോട്ടയത്തേക്ക് പോകാം. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കോട്ടയത്തെ മഴയുടെ ഒരു സാഹചര്യം? മഴ തുടരുകയാണ് ആര്യ. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ഉണ്ടായിരുന്നില്ല. മഴ ഇങ്ങനെ ചെറുതായി ചാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഏതാണ്ട് പുലർച്ചയോടുകൂടി വീണ്ടും മഴ ശക്തിപ്പെടുന്ന നിലയാണ് ഉള്ളത്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആകെ ആശ്വാസമുള്ളത് ഈ മീനച്ചിലാറ്റിലൊക്കെ അപകടനിലയ്ക്ക് മുകളിലേക്ക്
വെള്ളമുള്ളത് ഈ താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് ഈ കോട്ടയം നഗരത്തോട് ചേർന്നിട്ടുള്ള ആ പ്രദേശങ്ങളിലൊക്കെയാണ്. ഈ പാലാ ഈരാറ്റുപേട്ട പോലെ സാധാരണ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ അത് ഇവിടെ കയറിയില്ല. ഒരു 5 ദിവസം മുൻപ് പെയ്ത മഴയിൽ അവിടെ വെള്ളം കയറിയിരുന്നു. പക്ഷെ ആ വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകി താഴേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ദുരിതം തുടരുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിലാണ്. ഈ കോട്ടയത്തിന്റെ നഗരത്തിന് പടിഞ്ഞാറുള്ള വിവിധ പഞ്ചായത്തുകളിലാണ്. അയ്മനം, തിരുവാർപ്പ, കുമരകം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അപകട നിലയിലാണ് വെള്ളമുള്ളത്. ഇന്നലെയൊക്കെ കണ്ടതുപോലെയുള്ള സമാനമായ കാഴ്ച തന്നെയാണ് ഇവിടെ തുടരുന്നത്. ഇന്നലെ 2 പേർ ഈ കൊല്ലാട് ഈ മീൻ പിടിക്കാൻ പോയ 2 പേർ മരിച്ച ഒരു ദാരുണ സംഭവമാണ് ഇന്നലെ ഒരു പ്രധാന വലിയൊരു ദുരന്തമായി മാറിയത്. ഇപ്പുറത്ത് ഒരാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതായത് കിണറ്റിൽ വീണ ഒരു 24 വയസ്സുകാരി കിണറിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. തെന്നി വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പക്ഷെ കയറിൽ പിടിച്ച് കിടന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതാണ്ട് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കോട്ടയത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇവരെ വടത്തിൽ കെട്ടി കരയിലേക്ക് എത്തിക്കുന്നു. ഈ ട്രീസ എന്ന യുവതിയാണ്, വിജയപുരം പഞ്ചായത്തിലാണ് ഉള്ളത്. ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദുരിതപ്പെയ്ത്ത് എന്ന് തന്നെ പറയാം. ഇന്ന് ഈ മഴ ഇങ്ങനെ തുടർന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും ജനങ്ങളെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെ ഉരുൾപൊട്ടലാണ് കോട്ടയത്ത് പലപ്പോഴും വലിയ ദുരന്തമായി മാറാറുള്ളത്. കൂട്ടിക്കലും ഇളങ്കാടും ഒക്കെ വലിയ ജാഗ്രത നിലനിൽക്കുകയാണ്. ഇപ്പുറത്ത് ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല, പൂഞ്ഞാറിന്റെ മേഖല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും വലിയ ജാഗ്രത തുടരുകയാണ്. തീർച്ചയായും കോട്ടയത്തെ സാഹചര്യം അങ്ങനെയാണ്. എന്തായാലും ദുരിതപ്പെയ്ത്ത് തുടരുകയാണ് എന്നുള്ളതാണ് ശ്രീജിത്ത് പറയുന്നത്. എന്തായാലും മലയോര മേഖലകളിലെയൊക്കെ അതീവ ജാഗ്രത തുടരുന്നു. കോട്ടയത്തിന് പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായതാണ്. എന്തായാലും ആ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്തെ മലയോര മേഖലയുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മനോജ് അപ്പുക്കുട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനോജ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മലയോര മേഖലയിലേക്ക് ഒരു സാഹചര്യം? വെരി ഗുഡ് മോർണിംഗ്. കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ പകലും രാത്രിയും തോരാതെ മഴ ഉണ്ടായിരുന്നു. കല്ലട ആറ്റിലേക്കുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കല്ലട ആറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ചെറുതോടുകളും വയലുകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു. മുക്കടവ് ആറ്റിൽ അതിശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. മുക്കടവ് തടയണയും അപകടകരമായ നിലയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലായി ഏകദേശം 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 12ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുമുണ്ട്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റിൽ വൻ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുത ബന്ധം തകരാറിലാകുന്നത് പതിവായിരിക്കുകയാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. പുന്നല കടശ്ശേരിയിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. പുന്നല കടശ്ശേരിയിൽ 3 ദിവസമായി വൈദ്യുത ലൈൻ പൊട്ടി വീണു. ഇതിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 മാസം പ്രായമുള്ള ഒരു കറവ പശു വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. കൊല്ലം തിരുമംഗലം ദേശീയ പാതയിൽ ആര്യങ്കാവ്, ഇടമൺ, വെള്ളിമല ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഗതാഗതത്തിനെ അത് സാരമായി ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിലും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഗതാഗതത്തിന്റെ സമയക്ലിപ്തതയെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി കപ്പുഞ്ചേരിയിൽ വെറ്റില കൃഷി ഉൾപ്പെടെയുള്ള വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അഞ്ചൽ, അലൈമൺ, കുളത്തൂപ്പുഴ മേഖലകളിൽ ശക്തമായ കാറ്റും കൃഷിനാശവുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന മലനിരകളിൽ ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ തെന്മല പരപ്പാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം ശക്തമായ മഴയുണ്ട്. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാം തുറക്കേണ്ട സാഹചര്യം വരും. പത്തനാപുരം, വിളക്കുടി താലൂക്കുകളിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ചതുപോലെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. അവിടെ കുറച്ച് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതൊക്കെയാണ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നുള്ള കാര്യങ്ങൾ. കൊല്ലത്തെ കിഴക്കൻ മലയോര മേഖലയിലെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് മനോജ് അപ്പുക്കുട്ടൻ പങ്കുവച്ചത്. എന്തായാലും അവിടെയും അതിശക്തമായ മഴയും കാറ്റുമൊക്കെ തുടരുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും നമുക്ക് നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ കാസർഗോഡ് അടക്കം KV ബൈജു സൂചിപ്പിച്ചതുപോലെ റെഡ് അലേർട്ടിന് സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ശക്തമായ മഴ എല്ലായിടത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 10 മണിയോട് കൂടിയിട്ടൊക്കെയാണ് പുതിയ അലേർട്ടുകൾ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ യെല്ലോ അലേർട്ട്
അലേർട്ട് എന്നുള്ളതൊക്കെ മാറാനുള്ളൊരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് അവധിയുള്ളത്. പക്ഷേ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കൊല്ലം അഞ്ചൽ മേഖലയിൽ മഴയിലും കാറ്റിലും കനത്ത നാശമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഴ, റബ്ബർ കൃഷിയൊക്കെ വ്യാപകമായി നശിച്ചിട്ടുണ്ട്. ഏറം വായനശാല ജംഗ്ഷനിൽ 50ഓളം വാഴകൾ നിലംപൊത്തി. കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അഞ്ചൽ, അറക്കൽ, അയലമൺ, എരൂർ, ചെണ്ണപ്പേട്ട, ഇടമുളയ്ക്കൽ എന്നിവിടങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 10 മണിയായപ്പോഴത്തേക്കാണ് ഭയങ്കര സൗണ്ടോടെ വീഴുമായിരുന്നു. 2 പോസ്റ്റും ഈ മരവും വീഴുമായിരുന്നു. ഇവിടെ എല്ലാം കുട്ടികളുള്ളതാ, എല്ലാവർക്കും കുട്ടികളുള്ളതാ. ഒന്നും അപകടം പറ്റാത്തത് ഭാഗ്യം. മരമായിരുന്നു. ഇന്നലത്തെ പ്രതീക്ഷോപത്തിൽ കാറ്റിലും മഴയത്തും ആഞ്ഞിലി മരം പിടിച്ച് വീണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് വീണ് നാശനഷ്ടം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൊല്ലം പുനല കടശ്ശേരിയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പശു ചത്തു. കടശ്ശേരി സ്വദേശിയുടെ പശുവാണ് ചത്തത്. മേയാൻ വിട്ട കന്നുകാലികൾ കൂട്ടത്തോടെ വന്നപ്പോഴാണ് അപകടം. വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടും KSEB നടപടിയെടുക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് ഉടമ പറയുന്നു. ഇനി നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. CPM പ്രവർത്തകനായ വടക്കാഞ്ചേരി സ്വദേശി ബിജുവിനെ വെട്ടിക്കൊന്ന കേസിൽ തൃശൂർ 3ാം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷാവിധി പറയുകയാണ്. മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. CITU ചുമട്ടുതൊഴിലാളിയായ ജിനീഷിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2010 മെയ് 16 വൈകിട്ട് 5-നാണ് കേസിന് ആസ്പദമായ സംഭവം. കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ മുൻവശത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ബിജുവിന്റെയും ജിനീഷിന്റെയും അരികിലെത്തിയ BJP RSS പ്രവർത്തകരായ പ്രതികൾ രാഷ്ട്രീയ വിരോധം വെച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് കേസ്. മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വ്യാജ പരാതിയാണെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് പ്രതികാരമാണെന്നും ഉണ്ണി ജാമ്യ ഹർജിയിൽ പറയുന്നു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതിനാൽ ഉണ്ണി മുകുന്ദനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഉണ്ണി മുകുന്ദൻ DGPക്കും ADGPക്കും ഇന്നലെ പരാതി നൽകിയിരുന്നു. സിനിമയിലെ തന്റെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ചിലർ വിപിനെ ഉപയോഗിച്ച് ഗൂഢാലോചന നടത്തുന്നു എന്നാണ് ഉണ്ണി പരാതിയിൽ പറയുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം ഇന്ന് കേരളത്തിലെത്തുകയാണ്. 3 ദിവസം സംസ്ഥാനത്ത് തുടരുന്ന സംഘം പാത തകർന്ന വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും. വിരമിച്ച IIT ഡൽഹി പ്രൊഫസർ GV റാവുവിന്റെ മേൽനോട്ടത്തിലുള്ള കമ്മിറ്റിയിൽ ഡോക്ടർ അനിൽ ദീക്ഷിത്, ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ K മോഹൻകൃഷ്ണ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് റോഡ് സുരക്ഷാ അവലോകനത്തിനായി രൂപീകരിച്ച എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ഉള്ളത്. സംഭവത്തിൽ NHAI സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടിരുന്നു. പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡും ചെയ്തിരുന്നു. റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത കമ്പനിക്കും സുരക്ഷാ കൺസൾട്ടന്റ്, ഡിസൈൻ കൺസൾട്ടന്റ് കമ്പനികൾക്കുമാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ജിഷാദ VK കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷാദ, ഈ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ വിദഗ്ധർ വ്യക്തമാക്കിയതാണ്. അത് ബന്ധപ്പെട്ട അധികൃതരും സ്ഥിരീകരിച്ചതുമാണ്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ഈ പരിശോധന അത് എത്രത്തോളം നിർണായകമാണ്, പ്രധാനപ്പെട്ടതാണ്? ഡൽഹിയിൽ നിന്നുള്ള IITയിൽ നിന്ന് 3-അംഗ സംഘമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കുരിയാട് സ്ഥലത്തെത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 3-അംഗ ടീം കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് കൂടാതെയാണ് IIT എന്നുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നത്. കുരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കമ്പനികൾക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് IIT ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. ഇടിഞ്ഞ ഭാഗത്തെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്ന് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുരിയാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തി അടക്കം തകർന്ന ഭാഗത്ത് 1 കിലോമീറ്റർ പൂർണ്ണമായും നിർമ്മിക്കണമെന്നും കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് IIT എന്നുള്ള കേന്ദ്ര ഗവേഷണ സംഘം കുരിയാട് എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇവരുടെ സന്ദർശനം എന്നാണ് അറിയാൻ കഴിയുന്നത്. കുരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങൾ അടക്കം ആവശ്യമായ സാങ്കേതിക വിദ്യ
ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നും കഴിഞ്ഞ ദിവസത്തെ സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് നിറയെ വെള്ളം നിൽക്കുന്ന വയലിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെയായിരുന്നു ഇവിടെ ഈ KNRCയുടെ നിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. വയലിൽ ഉയർത്തിയ റോഡ് താഴ്ന്നാണ് ഇവിടെ അപകടം നടന്നത്. കഴിഞ്ഞ മെയ് 20-നായിരുന്നു ഈ സംഭവം നടന്നത്. നിലവിലെ 6 വരിപ്പാത മാറ്റി പൈലിംഗ് തൂണുകൾ നടത്തി തൂണുകൾ സ്ഥാപിച്ച് പാലം നിർമ്മിക്കണമെന്നാണ് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ സമരസമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കുരിയാട് ദേശീയപാതയിലെ മണ്ണുകൾ നീക്കം ചെയ്യുന്ന സ്ഥിതിയാണ് നടക്കുന്നത്. കൂടാതെ ഇന്ന് സുരക്ഷാ അവലോകനത്തിന് സ്ഥലത്തെത്തുന്ന IIT ഡൽഹി പ്രൊഫസർ G. റാവുവിന്റെ അധ്യക്ഷതയിലാണ് കമ്മിറ്റിയിലുള്ള ആളുകളാണ് എത്തുന്നത്. ഇതിൽ ഡോക്ടർ അനിൽ ദാക്ഷിത്, അതുപോലെ തന്നെ ജിമ്മി തോമസ്, ഡോക്ടർ K. മോഹൻകൃഷ്ണ എന്നിവരാണ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. കേരളത്തിലെ റോഡുകളിൽ വ്യാപകമായ വിള്ളലുണ്ടെന്നും തകർച്ച റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിർമ്മാണം നടത്തുന്ന കൂടുതൽ കമ്പനികൾക്ക് നോട്ടീസ് നൽകാനും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. സുരക്ഷാ കൺസൾട്ടന്റ് അതുപോലെ തന്നെ ഡിസൈനിങ് കൺസൾട്ടന്റ് കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. കുരിയാട് ദേശീയപാത തകർച്ചയ്ക്ക് കാരണമാകുന്ന കരാറുകാരെ KNRC കൺസെഷന്റെ റിപ്പോർട്ടുകൾ വീഴ്ചയുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ ഈ ദേശീയപാത അതോറിറ്റി സ്ഥിരീകരിച്ചു. അതുപോലെ തന്നെ അടിമണ്ണ് ഉറപ്പില്ലാത്തതാണ് പ്രശ്നം ഈടാക്കിയതെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ NHI ചൂണ്ടിക്കാട്ടിയിരുന്നു. IIT-യിലുള്ള ഡൽഹിയിൽ നിന്നുള്ള വരുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാവും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. തീർച്ചയായും VK ജിഷാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അങ്കമാലി ശബരിമല റെയിൽപാത പദ്ധതിക്ക് വീണ്ടും പ്രതീക്ഷ. ഈ വർഷത്തെ ബജറ്റിൽ അനുവദിച്ച തുക വക മാറ്റേണ്ടെന്ന് സദേൺ റെയിൽവേ ജനറൽ മാനേജറുടെ കത്ത്. റെയിൽവേ ബോർഡിന് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. അനിശ്ചിതത്വത്തിനും ആശങ്കകൾക്കുമിടെ അങ്കമാലി ശബരി റെയിൽപാത കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്ത. ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ കൂട്ടത്തിലാണ് മലയോര മേഖലയുടെ ദീർഘകാല സ്വപ്നമായ ശബരി റെയിൽപാതയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പദ്ധതിക്കായി 147.2 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചത്. ഇതിൽ 20 കോടി ഒഴികെയുള്ള തുക വകമാറ്റരുതെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ റെയിൽവേ ബോർഡിന് നൽകിയ കത്തിൽ പറയുന്നു. 116 കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം. പലവിധ തടസ്സങ്ങൾക്ക് ശേഷം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നായപ്പോഴായിരുന്നു പുതിയ തടസ്സം. കേന്ദ്രം മുന്നോട്ട് വെച്ച ത്രികക്ഷി കരാർ എന്ന നിർദ്ദേശം സംസ്ഥാനത്തിന് സ്വീകാര്യമായില്ല. ഉപാധികളില്ലാതെ ചെലവ് പങ്കിട്ടെടുക്കണമെന്ന റെയിൽവേ നിർദ്ദേശമാണ് സംസ്ഥാനം എതിർത്തത്. ബദൽ നിർദ്ദേശങ്ങളുമായി കേന്ദ്രത്തെ സമീപിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിനിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ കൂട്ടത്തിൽ ശബരിപാത ഉൾപ്പെട്ടത് സംസ്ഥാനത്തിന്റെ പുതിയ പ്രതീക്ഷയാവുകയാണ്. 1997-ലെ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് പദ്ധതി പ്രഖ്യാപിച്ചത്. 3810 കോടി രൂപയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ്. ഇതിന്റെ പകുതി തുക സംസ്ഥാനം വഹിക്കണമെന്നാണ് കേന്ദ്ര നിലപാട്. ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ് നടപ്പാക്കാൻ റെയിൽവേ വീണ്ടും തയ്യാറാകുന്നത്. കാലടി മുതൽ എരുമേലി വരെ 14 സ്റ്റേഷനുകളാവും പാതയിലുണ്ടാവുക. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെങ്കിലും മലയോര മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ശബരിപാത, പ്രത്യേകിച്ചും റെയിൽപാതകളില്ലാത്ത ഇടുക്കി ജില്ലയ്ക്ക്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇനി ദേശീയ വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച കൊളംബിയൻ നടപടിയിൽ നിരാശ വ്യക്തമാക്കി ഇന്ത്യ. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘമാണ് കൊളംബിയൻ പ്രതിനിധികളോട് ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം നടത്തുന്നത് പാകിസ്ഥാനാണെന്നും ഇതിനോട് ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും പ്രതിനിധി സംഘം അറിയിച്ചു. അതേസമയം ഇന്ത്യ ഒരിക്കലും ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഭീകരതയെ സ്പോൺസർ ചെയ്യുകയും വളർത്തുകയും ചെയ്യുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും വിദേശകാര്യമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ജമ്മു കശ്മീരിന്റെ ടൂറിസം സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും മതപരമായ ഭിന്നത വളർത്താനും ലക്ഷ്യമിട്ടാണ് പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. കമൽ ഹാസൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർണാടകയിൽ തഗ് ലൈഫ് നിരോധിക്കുമെന്ന് മന്ത്രി ശിവരാജ് തങ്കദഗി. കന്നഡ ഭാഷാ വിവാദത്തിൽ മാപ്പ് പറയില്ലെന്ന് കമൽ ഹാസൻ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രതികരണം. നടന്റെ ഛായാചിത്രം കത്തിച്ചതിൽ ബംഗളൂരുവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പീൽ കോടതിയുടെ അനുകൂല ഉത്തരവിന് പിന്നാലെ താരിഫ് നയങ്ങൾ കൂടുതൽ ശക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്റ്റീൽ, അലൂമിനിയം എന്നിവയുടെ തീരുവ 50% ഉയർത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചൈനയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രഖ്യാപനം. ഐഷത്തുൽ ഷംന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ.
ആര്യ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് US കോടതിയുടെ വിധി വന്നത്. അതായത് ട്രംപ് അധികാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അധികാര പരിധി മറികടന്നുകൊണ്ടാണ് താരിഫ് നയങ്ങൾ പ്രഖ്യാപിച്ചത്. അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് US കോടതി ശക്തമായി ട്രംപിന് തിരിച്ചടി നൽകിയിരുന്നു. പിന്നീട് അതിനുശേഷമാണ് ഫെഡറൽ കോടതിയിൽ ട്രംപ് അപ്പീലുമായി പോകുന്നതും അങ്ങനെ പരമോന്നത കോടതി ട്രംപിന് വീണ്ടും ഈ താരിഫിന് അധികാരം നൽകുകയായിരുന്നു. അതായത് ഈ US കോടതി വിധിച്ച വിധി, താരിഫിനെതിരെ വിധിച്ച വിധി താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് ട്രംപിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ താരിഫ് നയത്തിൽ കൃത്യമായി വീണ്ടും നിലപാട് ഉറപ്പിച്ച് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സ്റ്റീൽ, അലുമിനിയം അതിനൊക്കെ ചുമത്തിയിരുന്നത് 25% തീരുവയായിരുന്നു. ഇതിനി 50% എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഒപ്പം തന്നെ ഇത് US ജനതയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. US-ന്റെ വ്യാപാര രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാകും. ഇതോടുകൂടി US ജനതയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ തീരുമാനമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഒപ്പം തന്നെ ഇതിൽ ചൈനയ്ക്കെതിരെ രൂക്ഷ വിമർശനം കൂടി ട്രംപ് നടത്തുന്നുണ്ട്. മാത്രവുമല്ല, US സ്റ്റീലും ഒപ്പം തന്നെ ജപ്പാനിലെ നിപ്പോൺ സ്റ്റീൽ കോർപ്പറേഷനും ഇവർ തമ്മിലുള്ള ഒരു കരാറാണ് പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. അത് ട്രംപ് തന്നെ വ്യക്തമാക്കിയെന്നതാണ് മനസ്സിലാകുന്നത്. ഇവർ തമ്മിൽ കരാറിലെത്തുകയും അങ്ങനെയാണ് 50% തീരുവ എന്നതിലേക്ക് ഉയർത്തുകയും ചെയ്തത്. ഒപ്പം ചൈന ഇത്രയും കാലം അമേരിക്കക്കാർ ഉപയോഗിച്ചത് ചൈനയുടെ നിലവാരമില്ലാത്ത, തീരെ ഗുണനിലവാരമില്ലാത്ത സ്റ്റീലുകളായിരുന്നു. അത് അമേരിക്കയെ തന്നെ തകർക്കുമെന്നാണ് കരുതിയിരുന്നത്. ഇനി അത് വേണ്ട, ചൈനയുടെ ഈ നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നാണ്, അതിനുള്ള ശക്തമായ തിരിച്ചടി എന്നാണ് ട്രംപ് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ പറഞ്ഞതും. എന്തായാലും ചൈനയ്ക്ക് രൂക്ഷ വിമർശനവുമായി എത്തിയ ട്രംപ് അങ്ങനെ താരിഫ് നയത്തിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഇത് പൂർണ്ണമായും നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ US കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ, ട്രംപിനെതിരെ വിധി ഉണ്ടായപ്പോൾ ഈ അപ്പീൽ കോടതിയിൽ ട്രംപ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: അതായത് ഈ താരിഫ് നയങ്ങൾ കാണിച്ചാണ് പല സംഘർഷങ്ങളും താൻ ഒഴിവാക്കിയത്. ഇത് US-നെയും മൊത്തം ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഇത് US ജനതയെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് ട്രംപ് കോടതിയിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ താരിഫ് നയങ്ങളിൽ തനിക്ക് അനുകൂലമായ നിലപാടെടുക്കണം, തങ്ങളുടെ വാദം കേൾക്കണം എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ അവകാശവാദവും. എന്തായാലും അതിന് പിന്നാലെയാണ് ട്രംപിന് അനുകൂലമായി വിധി വരുന്നത്. അങ്ങനെ കോടതിയുടെ വിധിക്ക് പിന്നാലെ ട്രംപ് വീണ്ടും നിലപാട് കടുപ്പിക്കുന്നു, ചൈനയ്ക്കെതിരെ കൂടി ശക്തമായി വിമർശനം ഉന്നയിക്കുന്നു എന്നതാണ് സാഹചര്യം. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്ന് ഒരുപാട് പേർ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള എല്ലാവർക്കും ന്യൂസ് 18ന്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇനി ആരൊക്കെയാണ് ന്യൂസ് 18നോടൊപ്പം സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ എത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. തൃശൂർ പേരാമംഗലം സ്വദേശിയായ മനക്കലാത്ത് വേലായുധന്റെ 89ാം പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് മക്കളും മരുമക്കളും പേരക്കുട്ടികളുമാണ്. ഒപ്പം വേലായുധൻ ചേട്ടന് ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശി ലതികയുടെ പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് മക്കളായ അനൂപും രശ്മിയുമാണ്. രശ്മി ഞങ്ങളുടെ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റിലെ സഹപ്രവർത്തകയാണ്. അപ്പോൾ ലതിക ആന്റിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. തൃശൂർ ആമ്പക്കാട് സ്വദേശികളായ അക്കരപ്പറമ്പിൽ ഡിൻഡുവിന്റെയും സ്റ്റെഫി ഡിൻഡുവിന്റെയും മകനായ ആദിലിന്റെ 11ാം ജന്മദിനമാണിത്. ആദിലിന് പപ്പയുടെയും മമ്മിയുടെയും പിന്നെ അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ആദിൽ മോന് ന്യൂസ് 18ന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എ വെരി ഹാപ്പി ബർത്ത്ഡേ. തൃശൂർ പേരാമംഗലം സ്വദേശികളായ രജീഷിന്റെയും ശ്രീതു രജീഷിന്റെയും മകളായ ദേവർഷയുടെ 12ാമത്തെ ജന്മദിനമാണിത്. അച്ഛനും അമ്മയും കൊച്ച് അനുജത്തി ദക്ഷയും പിന്നെ അച്ഛമ്മയും ആണ് ആശംസകൾ അറിയിക്കുന്നത്. ദേവർഷയ്ക്ക് ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. മുംബൈ സ്വദേശിയായ റുമാന്റെ 5ാം പിറന്നാളാണിത്. പപ്പ, മമ്മി, ഹരിത, അക്ഷയ, അമ്മു, കുഞ്ഞു, മറ്റു കുടുംബാംഗങ്ങൾ ഒക്കെയാണ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നത് റുമാന്. അപ്പോൾ റുമാന് വെരി ഹാപ്പി ബർത്ത്ഡേ. ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് മോനെ. തൃശൂർ പേരാമംഗലം സ്വദേശി റസിന്റെ ഭാര്യ ദിവ്യയുടെ
ജന്മദിനമാണിന്ന്. ഭർത്താവ് രസിനും കുടുംബാംഗങ്ങളുമാണ് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത്. അപ്പോൾ ദിവ്യയ്ക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. ന്യൂസ് 8ന്റെ എല്ലാവിധ ആശംസകളും. തിരുവനന്തപുരം കരകുളം സ്വദേശികളായ സിമി കൃഷ്ണകുമാർ ദമ്പതികളുടെ മകൾ ആഷ്മിയുടെ 7ാം ജന്മദിനമാണിത്. പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത് ആദിത, നക്ഷത്ര, ഋത്തിക്, സിബിൻ എന്നിവരാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഒപ്പം ന്യൂസ് 8ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. തൃശൂർ കൊഴുക്കുള്ളി നിവാസികളായ കേലങ്ങത്ത് ജയന്റെയും സുനിതയുടെയും 25ാം വിവാഹ വാർഷികമാണിത്. ഇരുവർക്കും ആശംസകൾ നേരുന്നത് സുരേഷ് ബാബു, നീതു, ആഗ്നേയ് കൃഷ്ണ, അൻഷുക് ധ്യാൻ, അദ്രിനി കൃപ എന്നിവരാണ്. അപ്പോൾ ജയനും സുനിതയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മഴയെ പ്രണയിച്ച അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് 34ാമത് പത്മരാജൻ അവാർഡ് ദാന ചടങ്ങ് നടന്നു. സാഹിത്യ സിനിമാ രംഗങ്ങളിലെ മികവിനുള്ള അവാർഡുകൾ മോഹൻലാൽ വിതരണം ചെയ്തു. മികച്ച സംവിധായകനും തിരക്കഥയ്ക്കുമുള്ള അവാർഡ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് സ്വന്തമാക്കി. ഓരോ സിനിമയും പ്രേക്ഷകന്റെ മണ്ണിൽ ഓരോ ബോർഡിലെങ്കിലും ഏൽപ്പിച്ചിരിക്കണം എന്ന വിശ്വാസത്തിൽ ഊന്നു നിന്നുകൊണ്ടാണ് ഞാനെപ്പോഴും ചിത്രമെടുക്കാറ്. നഗരത്തിൽ മഴ തിമിർക്കുമ്പോൾ ടാഗോർ തിയേറ്ററിന്റെ അകത്തും ഓർമ്മകൾ നിറഞ്ഞു പെയ്യുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസും പത്മരാജൻ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിച്ച പത്മരാജൻ അവാർഡ് ദാന ചടങ്ങ് എന്നതിനപ്പുറം അകാലത്തിൽ പൊലിഞ്ഞുപോയ കലാകാരന്റെ ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു. സിനിമാ ജീവിതത്തിൽ പത്മരാജൻ പകർന്നു നൽകിയ അതുല്യ നിമിഷങ്ങൾ മോഹൻലാൽ ചടങ്ങിൽ പങ്കുവച്ചു. ശ്രീ IV ശശിശാരന്റെയും മറ്റും മുഖ്യധാര സിനിമകളിലും വരദേറ്റിനെയും പ്രിയപ്പെട്ട പത്മരാജൻ, നിങ്ങളുടെ പപ്പേട്ടന്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം അഭിനയിക്കാനായതാണ് ഞങ്ങളുടെ കരിയറിനെ ശാക്തീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതിൽ തന്നെ കരിമ്പിൻ പൂവിനക്കരെ പോലെ ശശിയേട്ടനും പപ്പേട്ടനും ഒന്നിച്ച സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മികച്ച നോവലിനുള്ള പത്മരാജൻ പുരസ്കാരം പട്ടുനൂൽ പുഴു എന്ന നോവലിന്റെ രചയിതാവ് S. ഹരീഷിനും, ചെറുകഥാ പുരസ്കാരം ഇടമലയിലെ യാക്കൂബ് എന്ന കഥയ്ക്ക് PS. റഫീഖും ഏറ്റുവാങ്ങി. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഫാസിൽ മുഹമ്മദിന് മികച്ച സംവിധായകനും തിരക്കഥയ്ക്കുമുള്ള അവാർഡ് മോഹൻലാൽ സമ്മാനിച്ചു. യുവ എഴുത്തുകാരുടെ ശ്രദ്ധേയമായ ആദ്യ കൃതിക്ക് നൽകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ടെയിൽസ് ഓഫ് ഇന്ത്യ അവാർഡ് ഐശ്വര്യ കമലയ്ക്കും മോഹൻലാൽ സമ്മാനിച്ചു. ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിന് ശേഷം ഈ വർഷത്തെ പുരസ്കാരം നേടിയ ഫെമിനിച്ചി ഫാത്തിമ എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. P. പത്മരാജന്റെ സിനിമകളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന വയലിൻ സോളോവും അരങ്ങേറി. ചടങ്ങിൽ സിനിമാ സാഹിത്യ രംഗത്തെ പ്രമുഖരെ ആദരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.